എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? രൂപമല്ല കുഞ്ഞേ, പ്രവൃത്തിയാണ് വലുത്. ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ കൂടെ വെളിപ്പെട്ടാൽ നീ യേശുവിന്റെ പകരക്കാരനാ. അതിന് രൂപത്തിന്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. ഇനിയും ദൈവവചനം തെറ്റാൻ പാടില്ലല്ലോ. അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മളെ മെനഞ്ഞെടുത്തെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ കാണണമോ? ഇതിനകത്ത് എത്ര പേർക്ക് യേശുവിനെ കാണണം? കരമൊന്ന് ഉയർത്തിക്കേ. ഇപ്പോൾ യേശുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ. ചിലർക്ക് യേശുവിനെ കാണുകയോ വേണ്ട, ചിലർക്ക് കാണണം. എന്നാൽ നിങ്ങൾക്ക് 1 മിനിറ്റ് ഞാൻ തരാം, കണ്ടോണം. കണ്ടോ? ഞാനാ യേശു. ഇനി എനിക്ക് യേശുവിനെ കാണണമെങ്കിലോ എനിക്ക് ജയസ്വരന്റെ മുഖത്ത് നോക്കിയാൽ മതി, ചിന്നമ്മയുടെ മുഖത്ത് നോക്കിയാൽ മതി, ഇല്ലിരിക്കുന്ന സിസ്റ്ററുടെ മുഖത്ത് നോക്കിയാൽ മതി. എടാ, ദൈവത്തിന്റെ രൂപമില്ല. നീ ആരെ നോക്കുന്നോ അത് ദൈവമാണെന്ന് വിശ്വസിക്കാൻ, ദൈവത്തിന്റെ രൂപമാണെന്ന് ഇന്ന് പാൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? സ്തോത്രം. അതുകൊണ്ട് കറുത്തവനെ കാണുമ്പോൾ വെളുപ്പുള്ളവര് എനിക്ക് വലിയ വെളുപ്പാണ്, നമുക്ക് കറുപ്പാന്ന് പറയരുത്. സ്തോത്രം. നീളമില്ലാത്തവൻ നീളമില്ല ഉള്ളവനെ കാണുമ്പോൾ നീളമുള്ളവൻ പറയരുത് എനിക്ക് വലിയ ഹൈറ്റ് കൂടുതലാന്ന്. അങ്ങനെ പറഞ്ഞാൽ നീ ഈ പദ്ധതിക്കകത്തുനിന്ന് പുറത്താണ്. സ്തോത്രം. ദൈവം എല്ലാവരെയും ഉണ്ടാക്കിയിരിക്കുന്നത് അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. അതിനകത്ത് ക്രിസ്ത്യാനി എന്നോ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ഇല്ല. അത് മനുഷ്യന്റെ പദ്ധതിയാണെങ്കിൽ എല്ലാവരെയും സ്വർഗം മണ്ണെടുത്ത് കുഴച്ചുണ്ടാക്കി അവന്റെ സാദൃശ്യവും സ്വരൂപവും കൊടുത്തെങ്കിൽ ഞാനും നിങ്ങളും കാണപ്പെട്ട ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ എത്ര പേർക്ക് ഒരു പവറൊക്കെ വരുന്നുണ്ട്? അത് ഇപ്പോഴും പഴയതുപോലെ ഇരിക്കുവാന്നോ? എന്നെ കർത്താവ് മെനഞ്ഞുണ്ടാക്കി അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുണ്ടാക്കിയ ദൈവമാ ഞാൻ. ഈ ഒരു വെളിപ്പാടിലോട്ട് നിങ്ങൾ കടന്നു നിന്നാൽ നിന്റെ അവസ്ഥകളെ അപ്പൻ മാറ്റും, ഉറപ്പാണ്. ഇന്ന് നിനക്കൊരു മനോഭാവമില്ല. ഇന്ന് പ്രസംഗിക്കും ഞാൻ പുഴുവാ, ഞാൻ ചാരമാ. ആ കാലം പോയത് ഞാൻ പുഴുവുമല്ല, ഞാൻ ചാരവുമല്ല. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട അവന്റെ ഭാവവും രൂപവും അവന്റെ ശക്തിയുമുള്ള ഒരു അഭിഷിക്തരുമാണ് നമ്മൾ. ഹല്ലേലൂയ.